ആരോഗ്യം നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഈസി ആയിട്ടുള്ള മാർഗം എന്താണ്? ആരോഗ്യം നേടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഞാനിത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് ആലോചിക്കുക. അതായത് നിങ്ങൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെ ബൈ ഡിഫോൾട്ട് സഹജമായിട്ട് നാച്ചുറലായിട്ട് രോഗങ്ങൾക്ക് പകരം നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കി തരുന്നവയാണെങ്കിലും ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങളെ ഇളഭ്യരാക്കിയെന്ന് തോന്നുന്നുണ്ടോ? ഞാനൊന്ന് വിശദമാക്കാം. ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം 2024 ജനുവരി 26. കൃത്യം ഒരു മാസം മുമ്പ് എൻ്റെ കൂടെ വെറ്റനറി സയൻസിന് ഗ്രാജുവേറ്റ് ചെയ്തൊരു ജൂനിയർ ആയിട്ടുള്ള ഒരു കൊളീഗിൻ്റെ കോളാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇച്ചിരി പാനിക്കി ആയിട്ടുള്ള കോളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 50 കഴിഞ്ഞു. കഴിഞ്ഞ ഇത്രയും വർഷം അദ്ദേഹത്തിൻ്റെ കരിയറിലും പ്രൊഫഷണൽ ലൈഫിലും ഫുള്ളി ഫോക്കസ്ഡ് ആയിരുന്നു. ഫാമിലിയായി, കുട്ടികളെ എഡ്യൂക്കേഷനൊക്കെ ആയി പല വലിയ വലിയ അച്ചീവ്മെൻറ്റ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വയറ് ചാടി, നല്ല ബെല്ലി ഫാറ്റുണ്ട്. പലപ്പോഴും ഇത് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എപ്പോഴും ഒരു ക്ഷീണം. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ റുട്ടീൻ ചെക്കപ്പിൽ പല വാല്യൂസും ഹയർ ലിമിറ്റ്സിലാണ്. ഫാറ്റി ലിവറുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. രാത്രി വലിയ കൂർക്കം വലിയുണ്ട്. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഒരു എനർജി ലെവലൊന്നും പഴയതുപോലെ വരുന്നില്ല. 2024 അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെ ഇതാണ്. ഈ വർഷം ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാൻ പോവാണ്. എൻ്റെ ഹെൽത്തിലൊന്ന് ഫോക്കസ് ചെയ്യാൻ പോകണം. അദ്ദേഹത്തിന് എൻ്റെ ഹെൽപ്പ് വേണം. അതാണ് ഈ ഫോൺ കോളിൻ്റെ ഒബ്ജക്റ്റീവ്. അദ്ദേഹത്തിൻ്റെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതല്ല, രാവിലെ നടത്തം ആണോ നല്ലത്, അതോ ഇനി ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യണോ, അതോ കുറച്ചുകൂടി നല്ലത് ഈ പ്രായത്തിൽ കുറച്ചുകൂടി നല്ലത് യോഗയാണോ? ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പല വീഡിയോയിലും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻസുലിൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇൻസുലിൻ ലെവൽ കുറച്ച് കൂടുതലാണ്. ഇൻസുലിൻ ലെവൽ കൂടുന്നത് മനസ്സിലാക്കുക, HbA1c നോർമലായിരിക്കാം, ചിലപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഇൻസുലിൻ ലെവൽ ഫാസ്റ്റിംഗ് ലെവലിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അപകട സൂചനയാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിനുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മില്ലറ്റ്സിലോട്ട് മാറിയാൽ എങ്ങനെ ഉണ്ടാവും? ഇനി അതല്ല, പിന്നെ ഈ ഭക്ഷണത്തിലൊരു നല്ലൊരു ക്രാഷ് ഡയറ്റ് പ്രോഗ്രാം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പം ഞാൻ ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഫാറ്റ് ബേണിംഗ് പ്രോഗ്രാമുകൾ കാണുന്നുണ്ട്. അതെങ്ങനെയുണ്ട്? ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടി തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോടും പറഞ്ഞത്. ഞാൻ പറഞ്ഞ മറുപടി, ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഒരു പൊതുവിജ്ഞാനം വെച്ച്, ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങളുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ശരിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ പറയാൻ പോകുന്ന ഉത്തരങ്ങളിൽ ഇതൊക്കെ ഉണ്ടാവും. ഒന്ന്, അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യണം. റെഗുലറായിട്ടുള്ള എക്സസൈസ് ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം. സ്ലീപ്പിനെ റെസ്പെക്റ്റ് ചെയ്യണം. അതായത് സമയത്തും നല്ല ഡ്യൂറേഷനിലും ഉറക്കം ഉണ്ടാകണം. കുറച്ചുകൂടെയൊക്കെ സ്ട്രെസ്സൊക്കെ കുറയുന്ന രീതിയിൽ ഒരു ലൈഫായിരിക്കണം ഉണ്ടാകേണ്ടത്. പിന്നെ ഞാൻ വളരെയധികം സ്ട്രെസ് ചെയ്യുന്ന മറ്റൊരു പോയിൻ്റുണ്ട്, WLB എന്നാണ്. അതായത് വർക്ക് ലൈഫ് ബാലൻസ്. പല ആൾക്കാരുടെയും ജീവിതത്തിൽ വളരെ നല്ലൊരു ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള പല ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫിൽ ഉണ്ടാകാതെ പോകുന്ന ഇതാണ്. കൂടുതൽ സമയം കൊണ്ടുപോകുന്ന ജോലി തന്നെയാണ്. സോ ഒരു വർക്ക് ലൈഫ്, നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫും ഫാമിലി ലൈഫും ഒരു ബാലൻസ് ഇല്ലാതെയാകുക, ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു എൻവയറമെൻറ്റ് ഉണ്ടാവുക. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ഇതൊരു പക്ഷേ ഒരു പുതിയ അറിവാണ് എന്നുള്ള ചിന്തയുടെ ആവശ്യമേ ഇല്ല. പക്ഷേ വൈ ആർ യു നോട്ട് ഡൂയിങ് ദാറ്റ്? പല ആൾക്കാരും പറയുന്ന പ്രധാനപ്പെട്ട എക്സ്ക്യൂസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ജെന്യുവൻ ആയിട്ടുള്ള എന്ന് തോന്നാവുന്ന റീസൺ എന്താണ്? എൻ്റെ ഇപ്പോഴത്തെ ജീവിതം കാരണം എൻ്റെ ആരോഗ്യത്തിൽ എനിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നില്ല. അതായത് ദ പ്രസൻറ്റ് ലൈഫ് ഈസ് ദ എക്സ്ക്യൂസ് ഫോർ നോട്ട് ബീയിങ് ഹെൽത്തി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ശരിക്ക് അത് തന്നെയല്ലേ നല്ല ആരോഗ്യം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ? സോ നിങ്ങൾ പറയുന്ന എക്സ്ക്യൂസാണ് ആക്ച്വലി നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ. പലരുടെയും പ്രോബ്ലം, ലൈഫ് ഈസ് ടു ബിസി. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു സിനിമയിലെ ഡയലോഗാണ്. ആ ഡയലോഗ് ഇതാണ്, ഞാൻ ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ്. പറഞ്ഞതിൻ്റെ ഇൻറ്റൻഷൻ വളരെ കറക്റ്റാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ
അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റാണ് നമ്മളുടെ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ബോഡി. ഒരുപക്ഷെ നമ്മുടെ ലൈഫ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മളത് കോംപ്രമൈസ് ചെയ്യേണ്ട തലത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈസ് ഇറ്റ് ആൻ ഇൻ്റലിജൻറ്റ് അപ്രോച്ച്? അപ്പോൾ ഹെൽത്തി ആവുക എന്നുള്ളത് ഫണ്ടമെൻ്റലി അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ്സ്. പക്ഷേ ഇത്ര ലളിതമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും എന്തുകൊണ്ട് ആൾക്കാർ ഇത് ചെയ്യുന്നില്ല? അതിൻ്റെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഹെൽത്ത് ഈസ് നോട്ട് ഇൻസ്റ്റൻ്റ്ലി ഗ്രാറ്റിഫൈഡ് എന്നുള്ളതാണ്. അതായത് വളരെ പെട്ടെന്ന് ബെനിഫിറ്റ് കിട്ടുന്നൊരു കാര്യമല്ല. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിൻ അത് വയേർഡായിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻസിലാണ്. പെട്ടെന്ന് ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റഡ് ആണ്. ആരോഗ്യം അങ്ങനെ പെട്ടെന്ന് നേടിയെടുക്കാവുന്ന ഒരു കാര്യമല്ല. ഇറ്റ് നീഡ്സ് ടൈം, ഇറ്റ് നീഡ്സ് എഫേർട്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു പരിധിവരെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനുകൾ കൊണ്ടാണ് ഇന്ന് വളരെയധികം ആൾക്കാർ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ 1 മാസവും 2 മാസവും കൊണ്ട് ശരീരഭാരം കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ പല ഹെൽത്ത് ബെനിഫിറ്റ്സ് നേടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രോഗ്രാമുകളും ഉൽപ്പന്നങ്ങളും ഇന്ന് ആരോഗ്യത്തിനെ ബേസ് ചെയ്തിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നത് കൊണ്ട് എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും എന്നുള്ളത് നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. സോ ഹെൽത്ത് ഈസ് നോട്ട് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫൈഡ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആസ്പെക്ട്, ഹെൽത്ത് ഈസ് ഫ്രീ. അത് സൗജന്യമാണ്, ഏതൊരാൾക്കും അവൈലബിളാണ്. പക്ഷെ നമുക്കതിൻ്റെ വാല്യൂ പലപ്പോഴും അറിയില്ല. അത് വാല്യൂ അറിയുന്ന പലപ്പോഴും അത് മിസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സൗജന്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ അതിനൊരു സീറോ പ്രൈസ് ഇഫക്റ്റ് ഉണ്ട്. അതിൻ്റെ വാല്യൂ ഇരിക്കുന്നത് കൂടുതലും ഹിഡൻ ആയിട്ടാണ്. പലപ്പോഴും നമ്മൾ അതിൻ്റെ ഹിഡൻ വാല്യൂ അറിയുന്നത്, അതിൻ്റെ കോസ്റ്റ് അറിയുന്നത് പലപ്പോഴും അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഹെൽത്തും വർക്ക് ചെയ്യുന്നത് ഒരു പെയിൻ പ്ലഷർ പ്രിൻസിപ്പിളിലാണ്. എന്താണ് പെയിൻ പ്ലഷർ പ്രിൻസിപ്പിൾ? നമ്മൾ എന്ത് പ്രധാനപ്പെട്ട വലിയ കാര്യങ്ങളും ചെയ്യുന്നത് ഒന്നുകിൽ അതുമൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പെയിനെ ഒഴിവാക്കാനാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടാവുന്ന എന്തെങ്കിലും ഒരു പ്ലഷർ നേടാനാണ്. ഹെൽത്തിൻ്റെ കാര്യത്തിലും അതുപോലെയാണ്. നമുക്കൊരുപക്ഷെ ഒരു അസുഖമുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവും. ഒരു ഉദാഹരണം, ഒരു ഹൃദയ സംബന്ധമായ പ്രോബ്ലം ഉണ്ടാകുന്നു, ഒരു ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പരിശോധനയിൽ പറയുന്നു ചില വിഷയങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ തൽക്കാലം ഒരു ഇൻ്റർവെൻഷൻ വേണ്ട, പക്ഷേ എല്ലാ ദിവസവും ഒരു 45 മിനിറ്റ് കൃത്യമായിട്ട് നടക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഒരു വ്യായാമവും ചെയ്യാതിരുന്ന ഒരാൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഡേ മുതൽ 45 ദിവസം കൃത്യമായിട്ട് നടക്കാൻ പോകും. അത് ആ ഒരു പെയിൻ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ ആരോഗ്യം അങ്ങനെയല്ല. അത് ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നതാണ്. സോ പെയിൻ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത് കൂടുതലും റിയാക്റ്റീവാണ്. ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ ആക്ട് ചെയ്യുന്നതാണ്. പക്ഷേ പ്ലഷർ പ്രിൻസിപ്പിൾ അത് പ്രോ ആക്റ്റീവാണ്. നിലവിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് നേടാൻ വേണ്ടി നിങ്ങൾ ബോധപൂർവം ചെയ്യുന്ന ഒരു വിഷയമാണ് ആരോഗ്യം. നാലാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഹെൽത്ത് ഈസ് എ പ്രയോറിറ്റി. നിങ്ങൾ പ്രയോറിറ്റി മാട്രിക്സ് കണ്ടിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. അതിനകത്ത് 4 ക്വാഡ്രൻസ് ഉണ്ട്. അതിൽ ഹെൽത്ത് വരുന്നത് ക്വാഡ്രൻ നമ്പർ 2ലാണ്. അതായത് അതൊരു അടിയന്തര സ്വഭാവമുള്ള കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ്സ് നോട്ട് അർജൻറ്റ് ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു പ്ലാൻഡ് ആയിട്ടുള്ള എഫർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ നമുക്ക് തോന്നാറുള്ളൂ. അവിടെ വരുന്ന ആ ലിസ്റ്റിൽ വരുന്ന ഒന്നാണ് ഹെൽത്ത്. സോ ഹെൽത്ത് ഈസ് നോട്ട് ആൻ അർജൻറ്റ് തിങ് ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു നീഡ് ടു പ്ലാൻ ഫോർ ഇറ്റ്. അഞ്ചാമത്തത്, ഹെൽത്ത് ഈസ് എ ഹാബിറ്റ് എന്നുള്ളതാണ്. ആരോഗ്യം ഒരു 1-2 ദിവസത്തെ ആക്ഷനിൽ നിന്ന് വരുന്നതല്ല, അതൊരു ശീലമാണ്. സോ ഹാബിറ്റായിട്ട് മാറുന്ന ഒരു വിഷയമാകണമെങ്കിൽ അതിനു മുമ്പ് നമുക്ക് വേണ്ടത് ഒന്ന് സമയമാണ്. സമയം നമ്മൾ ഡിവോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് വേണ്ടത് പേഷ്യൻസാണ്, ക്ഷമ വേണം. ക്ഷമയോടുകൂടി സമയമെടുത്ത് ആക്ഷൻ ഉണ്ടാക്കി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് നമുക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷനാണ്, അല്ലെങ്കിൽ ഒരു ഗോളാണ്, ഒരു ലക്ഷ്യമാണ്. അപ്പോൾ മുന്നോട്ട് പോയാൽ ഒരു ആരോഗ്യത്തിൽ വളരെ മുൻഗണന കൊടുക്കുന്ന, ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡിസിഷണൽ ഒരു ഗോളോടുകൂടി ആരംഭിക്കുകയും കുറച്ച് ക്ഷമയോടുകൂടി കുറച്ച് സമയമെടുത്ത് നേടിയെടുക്കുന്ന ശീലങ്ങളിൽ ഒരു ശീലം മാത്രമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഇത്തരത്തിൽ ആരോഗ്യം ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റിയ, അതായത് ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുന്ന ആയിരക്കണക്കിന് ഫാമിലീസിനെ അവരുടെ സ്റ്റോറി എനിക്കറിയാം. അവിടെയാണ് ഹാർമണി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു ഇൻ്റർവെൻഷൻ ഇൻ പീപ്പിൾസ് ഹെൽത്ത് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി ഞാൻ ഹാർമണിയെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഹെൽത്ത് സ്കൂളായിട്ടാണ്.
നിങ്ങളുടെ ഹെൽത്തിനെ സംബന്ധിച്ച് ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു കരിക്കുലമാണ് ആക്ച്വലി ഹാർമണി സ്കൂളിനുള്ളത്. മാത്രമല്ല ഇത് ഓരോ വ്യക്തിയുടെയും ജീവിത രീതികളും ജീവിത സ്വഭാവവും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ വേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഹൈലി പേഴ്സണലൈസ്ഡ് ആയിരിക്കണം, കസ്റ്റമൈസ്ഡ് ആയിരിക്കണം. മാത്രമല്ല ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെർട്ടൈസ്ഡും ഒരു ടീം ഓഫ് എക്സ്പേർട്സുകളും ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിലെടുക്കാൻ. അതായത് അത് മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ തോന്നണം, ഞാൻ ആരോഗ്യത്തിനായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ, പക്ഷേ ഞാൻ ചെയ്യുന്നതെല്ലാം ഇൻ എ വേ ഇറ്റ് ഹാപ്പൻസ് ടു ക്രിയേറ്റ് ഹെൽത്ത് എന്നുള്ളൊരു ലെവലിലോട്ട് നിങ്ങൾ എത്തുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും പല്ല് തേക്കുന്നത് വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണോ? അല്ല. ഭക്ഷണം കഴിക്കുന്നത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണോ? അല്ല. ഉറങ്ങുന്നത് വളരെയധികം ബോധപൂർവം ചെയ്യുന്നൊരു ഇടപെടലാണോ? അല്ല. ഇറ്റ് ഹാപ്പൻസ് സോ നാച്ചുറലി എന്ന് പറയുന്ന പോലെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാ ദിവസവും പല്ല് തേക്കുന്ന പോലെയാണ്. പല്ല് തേച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് എന്നെ സംബന്ധിച്ച് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു പറയുന്ന പോലെ. സോ ഹെൽത്ത് ഈസ് ബേസിക്കലി എ ഹാബിറ്റ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ കൊണ്ട് മാത്രം പല കാര്യങ്ങളും ആരോഗ്യത്തിൽ സംഭവിക്കാത്തതെന്നുള്ളത്. സോ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഇൻ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. അതുകൊണ്ട് ആരോഗ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. ആരോഗ്യം നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട്, സ്വതവേ, സഹജമായി നടക്കട്ടെ. ഹാപ്പി ആൻഡ് ഹെൽത്തി 2024 ആൻഡ് ബിയോണ്ട്. ആൻഡ് ലെറ്റ് health be a journey.